ഗൈസ് അങ്ങനെ നമ്മുടെ BB8 ബിഗ് ബോസ് സീസൺ 8ന്റെ സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് സോറി, ഞാൻ വളരെ ലേറ്റ് ആണ്, ബട്ട് ലേറ്റ് ആണ് ലേറ്റസ്റ്റ് വരിക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നവർക്കും ബിഗ് ബോസ് പ്രേമികൾക്കും ഒരു ഹരം തന്നെയാണ്, ടു ബി ഫ്രാങ്ക് അല്ലേ. അപ്പൊ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 എനിക്ക് തോന്നുന്നു ഒരുപാട് പരിപാടികൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വേർഷൻ ഇപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു വേർഷൻ തെലുങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളരെയധികം സക്സസ് തന്നെയായിരുന്നു. ആൻഡ് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് കേൾക്കുന്ന പോലെ തന്നെ ടിക്കറ്റ് ടു ഫെയിം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നത്. ലാലേട്ടൻ സമ്മർ ലുക്ക്, വേറെ ഒന്നും പറയാനല്ല, ആസ് യൂഷ്വൽ. അപ്പം ഇത്തവണ കോമണേഴ്സിന് കൂടുതൽ ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്, അതായത് ഏഷ്യാനെറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂയിലൂടെ ഒരു കോമണർ അല്ലെങ്കിൽ രണ്ട് കോമണർ എന്ന് പറഞ്ഞ പോലെ ഇപ്രാവശ്യം അങ്ങനെയല്ല, കോമണേഴ്സിനെ ആദ്യം ഒരു ഹൈലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് കോമണേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അവരുടെ മെന്റൽ ഹെൽത്ത്, അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫൺ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പേര് എടുത്തിട്ടാണ് എങ്ങോട്ട് ബിഗ് ബോസ് സീസൺ 8ലോട്ട് സ്ട്രേറ്റ് എൻട്രി അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇത് OTTയിലോ TV-ലോ നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാസ്കും സംഭവങ്ങളൊക്കെ ആയിരിക്കും. കാരണം കോമണേഴ്സിന് അത്യാവശ്യം ബിഗ് ബോസ് ഓൾറെഡി ഒരു ഹെവി ടാസ്ക് സംഭവം തന്നെയാണ് ഇൻ ഓൾ സെൻസ്. ബട്ട് ഇതിൽ വന്നിട്ട് കോമണേഴ്സിനെ ആദ്യം അവര് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചു പേരെ കോമണേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത്, സീസൺ 8ലോട്ട് കയറാൻ പോകുന്നത്. അപ്പം കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് എന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, തെലുങ്കിൽ ഈ സംഭവം നല്ല ഹൈലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് സെലിബ്രിറ്റീസ് ആയിരിക്കും എന്തായിട്ട് വരിക, ജഡ്ജായിട്ട് വരുന്നത്. അപ്പോൾ ഇതില് നിലവിലുള്ള റിയാലിറ്റി ഷോയിലോ അല്ലെങ്കിൽ ഇതിനായിട്ടൊരു റിയാലിറ്റി ഷോ വയ്ക്കോ എന്തോ ഏതോ അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് പ്രോബബലി ഇവർക്കായിട്ട് ഒരു റിയാലിറ്റി ഷോ വെച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് പ്ലാൻ ആക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്രാവശ്യം കോമണേഴ്സിന് കുറച്ച് ഹൈപ്പ് കൂടും. എത്ര കോമണേഴ്സ് ആണോ, അതിപ്പോ 3 ആണോ 4 ആണോ 5 ആണോ 6 ആണോ, കോമണേഴ്സിന് ഹൈപ്പ് കൂടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മള് പ്രീ ബിഗ് ബോസ് ഫിനാൽ പ്രീ ബിഗ് ബോസ് എന്ന് പറയുന്ന പോലെ തന്നെ, അതായത് ബിഗ് ബോസ് സീസൺ 8ലെ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഒരു മാസത്തേക്ക് ഇവരെ കാണാൻ പോവാണ്, കണ്ടറിയാൻ പോവാണ്, ഇവരെ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഇവരുടെ ഗെയിം, ഇവരുടെ ടാസ്ക്, ഇവരുടെ ഒരു സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ്. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി എന്താ പറയാ, ആ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി ഈസി ആക്കും. കാരണം ഇത് ബിഗ് ബോസ് 8ലോട്ടുള്ള ഒരു കോമണർ ഫിനാലെ, കോമണർ ഞാൻ തുടങ്ങണതിന് മുമ്പ് ഫിനാലയിലേക്ക് എത്തി, കോമണർ കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. അതായത് അഗ്നി പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. ഈ പറഞ്ഞ പോലെ പാണ്ടിപ്പടലെ കാണുന്ന പോലെ മൊത്തത്തില് തീയില് കിടന്ന് കളിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ഇവർക്കുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഫാൻ ബേസ് കൂടും, ടു ബി ഫ്രാങ്ക്. കാരണം ശരിക്കുള്ള ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരിലോട്ട് ആളുകൾ ഇരിക്കാൻ തുടങ്ങും, അട്രാക്ട് ആവാൻ തുടങ്ങും, ഇഷ്ടം തുടങ്ങും, ഫാൻ ബേസ് തുടങ്ങും, പേജ് തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ബിഗ് ബോസിലോട്ട് സീസൺ 8 അല്ലെങ്കിൽ ആ ഹൗസിലോട്ട് കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സഭാകമ്പം, പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം മാറും. അതായത് ഇവര് മെന്റലി ഓൾറെഡി പ്രിപ്പയർഡ് ആവും. ആൻഡ് ടാസ്ക് വൈസ് ഒക്കെ ആണെങ്കിലും ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഇവര് പ്രിപ്പയർഡ് ആവും. മൊത്തത്തിൽ ഒതുങ്ങും, മനസ്സിലായോ, റെഡി ടു സ്റ്റാർട്ട് എന്നുള്ള പറയുന്ന രീതിയിലേക്ക് ഇവരെ കൂടി സെറ്റ് ആവും. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ ബിഗ് ബോസ് സീസൺസിലും ഇതേപോലെ കുറെ ഹൈലൈറ്റ് സംഭവങ്ങൾ ഇപ്പൊ എല്ലാ പ്രാവശ്യം തുടങ്ങുമ്പോഴും എന്താണ് ഇത്തവണ ഇവര് പുതിയത് തുടങ്ങാൻ പോണേ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം കഴിഞ്ഞ തവണയെക്കാളും വിചിത്രമായിട്ട് ഇപ്പം കോമണേഴ്സിന് ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു സംഭവം കേട്ടപ്പോൾ എനിക്കും തെലുങ്കിലൊക്കെ ഉണ്ട് ഈ സംഭവം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് വൺ ഹിറ്റ് ആയിരുന്നു, അതിനകത്ത് കോമണറായിട്ട് വന്ന ആള് തന്നെയാണ് ഹിറ്റ് ആയതും. അപ്പോൾ ഇപ്രാവശ്യം സീസൺ 8 എങ്ങനെയാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ 8 എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും സാധാരണക്കാർക്ക് ഒരു വലിയ അവസരം തന്നെയാണ്. ഇന്നലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, അതിനകത്ത് ലാലേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ളവരെല്ലാവരും അതിനകത്ത് കയറുക, അറ്റൻഡ് ചെയ്യുക. അഗ്നി പരീക്ഷയിൽ സെലക്ട് ആവാൻ പറ്റട്ടെ നിങ്ങൾക്ക്. അപ്പൊ ഈവൻ ഞങ്ങളും ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ് ആരൊക്കെയാണ് കോമണേഴ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
കാരണം എല്ലാ പ്രാവശ്യവും ഇൻഫ്ലുവൻസർ വേഴ്സസ് സെലിബ്രിറ്റി എന്നുള്ളതിനേക്കാളും വ്യത്യാസമായിട്ട് ഇപ്പൊ കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് എന്നാണ്. അപ്പൊ സെലിബ്രിറ്റീസിന് ഒരു വില്ലന്മാരായിട്ട് തന്നെ ആയിരിക്കും ഇവർ വരുന്നുണ്ടാവുക. കാരണം ഞാൻ പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഫാൻ ബേസ് കൂടും. അത് മാത്രമല്ല ഇവർക്കുള്ള ഒരു സഭാകമ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ വീട്ടിലോട്ട് കയറുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാമായിട്ടൊരു സഭാകമ്പുണ്ട്. ആൻഡ് ഇവർ നേരത്തെ ഒരു സെറ്റ് ആവും, മനസ്സിലായി. ഇപ്പൊ 6 പേരാണ്, അല്ലെങ്കിൽ ഒരു 3 പേരാണ്, അല്ലെങ്കിൽ ഒരു 4 പേരാണ്, പോട്ടെ 2 പേരാണെന്ന് വെച്ചോ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലൊരു കോംബോ ഉണ്ടാവും. ആ കോംബോ ലൈക്ക് ഗെയിമിൽ വരുമ്പോൾ ആ കോംബോ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാമൊക്കെ ആകുമ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. മൊത്തത്തിൽ ഇവർക്ക് ഒരു പേടി മാറി കിട്ടും. കാരണം അതേപോലത്തെ ഒരു ട്രാക്ക് ആയിരിക്കും ഓൾമോസ്റ്റ് ചിലപ്പോൾ നമ്മുടെ അഗ്നി പരീക്ഷയിൽ ഇടാൻ പോകുന്നുണ്ടാവുക. ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും, എന്താ ഏതോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ റിയാലിറ്റി ഷോയുടെ പാറ്റേൺ കാര്യങ്ങൾ എന്താക്കിയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഇവർക്ക് ഒരു ഹൈലൈറ്റ് കിട്ടുന്ന രീതിയിലും ഇവർ കുറച്ചും കൂടി മെന്റലി സ്ട്രോങ് ആവുന്ന രീതിയിലും ഇവര് അഗ്നി പരീക്ഷയിൽ കയറുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സെലക്ട് ആയി കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ്. അപ്പോ ഓഗസ്റ്റിൽ തുടങ്ങുന്നതാണ് കേട്ടറിവ്. അപ്പൊ അഗ്നി പരീക്ഷയുടെ സംഭവങ്ങൾ 1 മന്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ 1 മന്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ റിവ്യൂ തുടങ്ങും. അതേപോലെ തന്നെ അതിൽ നിന്നും ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ആസ് യൂഷ്വൽ പേജും ആർമിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റീസ് കയറുമ്പോഴും ഈ സെലിബ്രിറ്റീസ് എങ്ങനെ കളിക്കുന്നു പഠിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയും ഇവൻ ഇങ്ങനെയാണ് ഈ കോമണേഴ്സിനെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കും. സോ ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ ഈസ് ഗോണ സ്റ്റാർട്ട്. അതേപോലെ തന്നെ ഒരു ഇത്തവണയുള്ള വെറൈറ്റി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും അറിയാനായിട്ട് ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. എന്തായാലും പ്രൊമോയിൽ വെച്ചിട്ട് പിന്നലത്തെ പ്രൊമോയിലാണ് കോമണർ സെലക്ഷന്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോ മലയാളം സീസൺ 8 ആക്ച്വലി പറഞ്ഞാൽ ഇത് തുടങ്ങേണ്ട സമയമൊക്കെ നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അറിയാലോ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലേറ്റ് ആയി, ഇപ്രാവശ്യം വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ലേറ്റ് ആയി. അപ്പൊ എന്തായാലും തുടക്കം തന്നെ ലാലേട്ടന്റെ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴും എല്ലാം ഒരു പുതുമ അവർ കൊണ്ട് നടക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ വഴക്കും തമ്മിത്തലും കാര്യങ്ങളും അത് ഇതും പ്രശ്നങ്ങളൊക്കെ അത് പാർട്ട് ഓഫ് ദ ബിഗ് ബോസ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഒരു ഫാൻ ബേസ് സംഭവങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. സൈബർ ബുള്ളിങ് കാര്യങ്ങളൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുക്കുക. അല്ലാതെ ഒരു ഒച്ചപ്പാടും ബഹളവും പ്രശ്നങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കൂടുതൽ സന്തോഷമായിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്കറിയാലോ ഈ കോമണർ അല്ലെങ്കിൽ സെലിബ്രിറ്റി എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു ടേം ഇവിടെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് രംഗത്തോ തമാശയുടെ രംഗത്തോ അല്ലെങ്കിൽ സിനിമയുടെ രംഗത്തോ സീരിയലിന്റെ രംഗത്തോ ഇൻഫ്ലുവൻസറോ ആയിട്ട് ഓൾറെഡി അറിയുന്നവരാണ് നമ്മൾ സെലിബ്രിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞു വരുന്നവരെ നമുക്കറിയത്തില്ല. അവര് സാധാരണക്കാരായ ആൾക്കാർ വന്നിട്ട് അവരുടെ കഴിവുകൾ അവർ കാണിക്കുകയാണ്. അപ്പൊ അതിന് മോർ സപ്പോർട്ട് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എനർജി ലെവൽ കാണാനും എങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാനും ഒക്കെ. എന്തായാലും സീസൺ 8 തുടങ്ങുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ഒരു അവരുടെ ആ ഒരു കുറവുകളില്ലേ. നോർമലി ബിഗ് ബോസിലോട്ട് കയറുമ്പോൾ ഒരു 21 ഡേയ്സ് ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും ആയിരിക്കും നമ്മൾ ഒരു സെറ്റായി വരാം ഓൾ രീതിയിൽ എല്ലാ ചവിട്ടും കുത്തൊക്കെ കേൾക്കാനായിട്ടും റെഡി എന്നുള്ള രീതിയിൽ നിൽക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അഗ്നി പരീക്ഷയിലൂടെ ഇവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫാൻ സപ്പോർട്ട്, അതുപോലെ മെന്റൽ ഹെൽത്തിന്റെ സംഭവങ്ങൾ, അതേപോലെ ഏകദേശം ഗെയിം എങ്ങനെയാന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു ഫൈറ്റ് മോഡിലോട്ട് അവര് കുറച്ചെങ്കിലും എത്തും. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ കോമണേഴ്സ് ആയിട്ട് വരുന്നവർ ആരൊക്കെയാ നമുക്കറിയത്തില്ല, സെലിബ്രിറ്റീസ് ആരൊക്കെയാന്ന് അറിയത്തില്ല, പ്രൊഡക്ഷൻ ലിസ്റ്റ് സംഭവങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇന്നലത്തെ ആ ഒരു പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ആഗ്രഹിക്കുന്നവർക്കൊക്കെ കിട്ടട്ടെ, ഡിസേർവ് ചെയ്യുന്നവർക്കും കിട്ടട്ടെ.